Namaste, welcome to our channel, The Wheel of Fortune 7/7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 8 of Wands ആണ്. ദെൻ വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. ആ സ്റ്റാർ കാർഡ് ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വരും. ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ്. ഓക്കെ, give me one card. The Lovers. Page of Swords. Two of Pentacles. The Devil card ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 4 of Swords and bottom of the deck 2 of Wands. See, ഫസ്റ്റിലെ തന്നെ നമ്മൾ സയൻസ് നോക്കുവാണെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈൻ, ദെൻ അക്വേരിയസ്, ജെമിനി, ലിബ്ര, അക്വേരിയസ് എയർ സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ. എഗെയിൻ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഉള്ളത്. ജെമിനിയാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഫയർ എയർ സൈൻ. നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഇമ്പോർട്ടൻ്റ് ആണ്, 17 ഇമ്പോർട്ടൻ്റ് ആണ്, 15 ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ 6 ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ നമുക്ക് ഓഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 222 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും. 111 നിങ്ങൾ കാണുന്നുണ്ടാവും ഏഞ്ചൽ നമ്പർ. അതുപോലെ തന്നെ 10 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവും. 555 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ്, ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുള്ളത്. ഒരു മിനിറ്റ്. ലൈറ്റ് ഇഷ്യൂസ് ആണ് മൊത്തത്തിൽ. ഞാൻ മേശ അവിടെ കിടന്നെടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടു, ഇപ്പോൾ അതാ തോന്നുന്നു. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നുള്ളത്. നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കോൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു അഡിക്ഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആളുടെ ആ ഒരു ഓറ പവർ വളരെയധികം ഹൈ ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും ആളുകൾ ആ ഒരു വ്യക്തിക്ക് അറ്റൻഷൻ കൊടുക്കുന്ന ഒരു എനർജീസ് ആവാനുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് വല്ലാത്തൊരു അഡിക്ഷനാണ്. ലൈക്ക് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ആൾക്ക് വേറെ വന്നിട്ടുണ്ടാവും, ആൾ ഇത്രയും അട്രാക്റ്റീവ്, നമ്മൾ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റീസിൻ്റെ എനർജീസാണ് എനിക്കിവിടെ കാണുന്നത്. ലൈക്ക് ഞാൻ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടാകും. കാരണം ഇത്രയും ആൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫേമസ് ആണ്, ഒത്തിരി അധികം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒത്തിരിയധികം ഫാൻസുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ വേറൊരാളുടെ ഈ ഒരു വ്യക്തി വേറൊരാളിലേക്ക് അട്രാക്റ്റഡ് ആവുമോ എന്നുള്ളൊരു കാര്യം. ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഓപ്ഷൻസിനൊന്നും ഒരു കുറവുമില്ല, എനിക്ക് ഒന്നുമില്ല, ലൈക്ക് എനിക്കങ്ങനെ ആരുമില്ല, ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇൻസെക്യൂർ ആവില്ലേ. ഒരു ഇൻസെക്യൂരിറ്റിയുടെ എനർജീസാണ് എനിക്ക് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടോക്കിലാണെങ്കിലും ചിലപ്പം എന്താ പറയുക,
ആ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് നിങ്ങൾ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ലേ, നമ്മളൊക്കെ വെറും പാവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് ഫാൻസ് ഇല്ല, ഫോളോവിങ്സ് ഇല്ല. സോ നിങ്ങൾക്ക് എവിടെ പോയാലും ഓപ്ഷൻസോടെ ഓപ്ഷൻസ് ആയിരിക്കും, ഞാനായിരിക്കും ലാസ്റ്റ് ഒറ്റയ്ക്കാവുന്നത് എന്നുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, നോ കോണ്ടാക്ട് എനർജിയിലാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. അതാണ് കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് മോർണിംഗ് തോട്ട്സ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഒരുപക്ഷെ ഈ ഒരു റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കാം ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആയത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ആർ നോട്ട് റെഡി ടു ഇംപ്ലിമെൻറ്റ്. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ അത്ര അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആവാം, ഇവർക്ക് ഈ ഒരു റിലേഷനിൽ എഫേർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരു ഫേസ് ആയിരിക്കില്ല ഈ ഒരു വ്യക്തി റിലേഷനിൽ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു ടൈമിംഗ് ഉണ്ട്, അപ്പം അതിന് ഓക്കെ ആവണം മെൻ്റലി. അപ്പം ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ആവില്ല. അപ്പം അതും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതായിരിക്കണം ഒരു പക്ഷേ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. സോ അപ്പം എന്താണ്, നമുക്കിപ്പം ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, സ്റ്റേ കാമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ കുറച്ച് ഗീവ് സം ടൈം ടു യുവർ സെൽഫ് ടു ഫൈൻഡ് റൈറ്റ് സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം. അതായത് കറക്റ്റ് സൊല്യൂഷൻസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, അപ്പോൾ നമ്മൾ പറയാം മെൻറ്റൽ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് വലിയൊരു പോയിൻ്റാണ്. പലപ്പോഴും നമ്മളെന്താ റഷ് ചെയ്ത് ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ ചില ആളുകളുണ്ട്, അവർ റഷ് ചെയ്യില്ല ഒരു കാര്യത്തിലും, പെട്ടെന്ന് എടുത്തിയാടത്തില്ല. അവരിങ്ങനെ ജസ്റ്റ് ആലോചിക്കും, എനിക്കെന്താണ് ശരിക്കും ഇതിന്ന് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ശരിക്കും ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എനർജിയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തി. പെട്ടെന്ന് ഒന്നിലേക്കും എടുത്തു ചാടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, എന്താ എക്സാക്റ്റ് ഈ റിലേഷനിൽ വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്നുള്ള രീതിക്ക് വളരെ ആലോചിച്ച് കണ്ടിട്ടൊരു സ്റ്റെപ്പ് എടുക്കാം എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിലും പോലും ആൾ ചിന്തിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ പീസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഡിസയർ ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന്, മനസ്സിലിങ്ങനെ തോട്ട്സ് ഉണ്ട്. ആൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലും ഇരിക്കുന്ന ടൈമിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലും ആൾ ചിന്തിക്കാറുണ്ട്, യെസ് എനിക്ക് ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു തോട്ട്സ് ആൾക്കുണ്ട്. പക്ഷെ ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ലൈക്ക് ഞാനൊരു കാര്യത്തിന് ക്ലാരിറ്റി കൊടുക്കാതിരിക്കുമ്പോഴേക്കും അതൊരു സ്ട്രെസ്സിലേക്ക് നയിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നേരത്തെ അതൊരു പീസ് ആയിരിക്കും പ്രദാനം ചെയ്യുന്നെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതൊരു സ്ട്രെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇരിക്കുന്നതിലും കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഒരു വ്യക്തിക്കുള്ളത്. അറ്റ് ദി സെയിം ടൈം ഇവർക്ക് ഒരു ഹീലിംഗ് ഫേസ് കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഒബ്സഷനുണ്ട്, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു എനർജീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു വ്യക്തി ആ ഒരു എനർജീനെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഒരു വ്യക്തിയോട് നമുക്ക് കൂടുതലായിട്ടൊരു അഡിക്ഷൻസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒബ്സഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പം ആ ഒരു ഒബ്സഷനും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പം അത് അങ്ങനെ റിയൽ ആവണം എന്നില്ല, ഒരു ഇല്യൂഷൻ ആയിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും, ലൈക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ ഫോഴ്സ്ഫുള്ളി, അല്ലെങ്കിൽ എന്നെ ഈ ഒരു റിലേഷനിൽ വല്ലാത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എൻ്റെ പാർട്ട്ണർ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, ഞാൻ പവർലെസ് ആണ്, അല്ലെങ്കിൽ എന്നുള്ളൊരു എനർജി, ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു എനർജിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതും ഒരു റീസണാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതിൻ്റെ. അറിയില്ല, എനിക്കൊരു വാല്യൂ തരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പലപ്പോഴും, എനിക്കൊരു വാല്യൂ ഇല്ല,
ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ളൊരു തോട്ട്സ് ഒരുപക്ഷെ നിങ്ങളത് മനസ്സിൽ കൂടി ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു നിങ്ങളവരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങളിവരോട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു രീതി കണ്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഇയാളുടെ ഒരു ഈഗോ ഹേർട്ടായിട്ടുള്ള ഒരു എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഞാനാണ് വിക്റ്റം എന്നുള്ള രീതിക്ക് വിക്റ്റം റോൾ ഈ ഒരു വ്യക്തി ഇവിടെ പ്ലേ ചെയ്യുന്ന ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എഗെയിൻ കാർഡ്സിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു നല്ല രീതിക്ക് നിങ്ങൾ മെച്ചുവേർഡാണ്. ലൈക്ക് നിങ്ങൾ ഫാമിലി പേഴ്സൺ ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം ഇത്. അപ്പം ഒരു നിങ്ങൾ ബിസിനസ് നടത്തുന്നുണ്ടാവാം, ബിസിനസ് പാർട്ട്ണർ ഓൾസോ ആയിരിക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. നിങ്ങളുടെ ഫാമിലിയെ ബാലൻസ് ചെയ്യണം, പ്ലസ് നിങ്ങൾക്ക് കരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയറിനെയും ബാലൻസ് ചെയ്യണം. നിങ്ങളാകപ്പാടെ വല്ലാത്തൊരു ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. കാരണം ഈ റിലേഷൻ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫുൾ കാര്യങ്ങളും പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു ടൈമിൽ. നമ്മൾ പറയത്തില്ലേ, നമ്മളുടെ ടൈമിൽ ലിറ്റിൽ ഡൗൺ ടൈമാണ്. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, ഒന്നിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. നിങ്ങൾക്ക് കരിയറും നിങ്ങളുടെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രാക്ടിക്കൽ സൈഡിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട് ഫെമിനിൻ എനർജിയും മസ്കുലൻ എനർജിയും ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് എനർജീനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഇവർ എന്താ പറയുക, നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നുള്ള രീതിക്ക് ഇവർ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ് ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾ ലെവൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സോൾ ലെവൽ കണക്ഷൻ, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നിങ്ങളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണിക്കുന്നുണ്ടാവില്ല. അതിനൊരു മെയിൻ റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവിലിൻ്റെ എനർജിയാണ്. അപ്പോൾ ആളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റീസ്, അല്ലെങ്കിൽ ആളുടെ ഉള്ളിലുള്ള ഒരു ടോക്സിസിറ്റി ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ബാക്കിലേക്ക് വലിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലെറ്ററിൽ ഡി ലെറ്റർ ഉണ്ടായിരിക്കാം. പിന്നെ എഗെയിൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജെ ആണ്. ജെ ലെറ്റർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. ഓക്കെ, എഫ് ലെറ്റർ, നമ്മൾ പറയത്തില്ലേ അവസ്ഥകൾ കണ്ടറിഞ്ഞ് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, ആ ഒരു എനർജിയിൽ പലപ്പോഴും നിങ്ങൾ നിന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു റിലേഷനിൽ. നിങ്ങൾ അവസ്ഥകൾ കണ്ടറിഞ്ഞ് ഈ ഒരു വ്യക്തിയുടെ നിന്നിട്ടുണ്ട്. ഇവരുടെ സിറ്റുവേഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ലിമിറ്റേഷൻ എന്താണ് ആ ഒരു സിറ്റുവേഷൻ, അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ എല്ലാ തരത്തിലും ഒത്തിരിയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരെന്താണോ പഴയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, പഴയ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒത്തിരിയധികം മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ട്. മോഡിഫൈഡ് വേർഷനായിട്ട് ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളാണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. അപ്പം അതുമാത്രമല്ല, നിങ്ങളിവരെ ഒത്തിരിയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ഇവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡീപ്പ് ഇൻസൈഡായിട്ട് ഈ ഒരു വ്യക്തി പറയുന്നൊരു ഫീലിങ്സ് ആണ്. പക്ഷേ ഈഗോ വരുമ്പോഴേക്കും എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ഇവർക്ക് വാല്യൂ കൊടുക്കുന്നില്ല, എൻ്റെ ഒരു വാല്യൂ അറിയത്തില്ല, എൻ്റെ വർത്ത് അറിയത്തില്ല എന്നുള്ള രീതിക്ക് ഈഗോയിൽ ആളിവിടെ നിൽക്കുകയാണ് പ്രസൻറ്റ് എനർജിയിൽ. ഓക്കെ, ഇവർക്ക് പക്ഷെ ഒരു കാര്യം അറിയാം, ഇവർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എപ്പോഴും ഫൊർഗീവ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ചൊരിതും കാണിക്കുന്നില്ല. ഓക്കെ, എന്നോട് അവർ ഫോർഗീവ് ചെയ്യുമല്ലോ, പിന്നെന്താ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അതാണ് എനിക്കിവിടെ കാണാനും പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.